മോഹൻലാലും ഞാനുമായിട്ടുള്ള സൗഹൃദം തുടങ്ങിയിട്ട് ഏകദേശം 10-40 കൊല്ലം കഴിഞ്ഞു. തുടക്കത്തിൽ തന്നെ എന്നെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിട്ട് കണക്കാക്കുകയും ആ ഒരു ബന്ധം ഇന്ന് വരെ നിലനിർത്തുകയും ചെയ്തിരുന്ന അപൂർവ സൗഹൃദങ്ങളിൽ ഒന്നാണത്. സിനിമയ്ക്ക് വേണ്ടി ഇത്രമാത്രം ആത്മസമർപ്പണം, കഠിനാധ്വാനം, ബൈ ബർത്ത് ഒരു കലാകാരനായിട്ടുള്ള വളരെ അപൂർവം ആൾക്കാരിൽ ഒരാളാണ് ശ്രീ മോഹൻലാൽ. അപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഞങ്ങൾ ഷൂട്ടിങ്ങിനും അതല്ലാതെ കലാപരിപാടികൾക്കും സഞ്ചരിച്ചിട്ടുണ്ട്. അദ്ദേഹവും ഞാനുമായിട്ട് ചെയ്ത ഛായാമുഖി എന്ന നാടകം തന്നെ കലയോടുള്ള പ്രതിബദ്ധത, നാടകത്തിനോടുള്ള സ്നേഹം, ഇത്രയും ഭാഷകൾ ചെയ്തുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ 25 ദിവസത്തോളം റിഹേഴ്സലിന് മാറ്റിവെച്ച ഒരു വ്യക്തിയാണ്. പലരും വലിയ വലിയ ആൾക്കാർ തന്നെ പറഞ്ഞു, മോഹൻലാല് ഇങ്ങനെ നാടകം ഇത്രയും ദൈർഘ്യമുള്ള റോളുള്ള, ഭീമന്റെ റോളുള്ള ഈ നാടകം എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് വെച്ചപ്പോൾ അദ്ദേഹം വളരെ ഒരു പുഞ്ചിരിച്ചുകൊണ്ടാണ് അതിനെ നേരിട്ടത്. 25 ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ റിഹേഴ്സലെടുത്ത് അതിഗംഭീരമായി പെർഫോം ചെയ്തു. അപ്പൊ അതെല്ലാം തന്നെ കലയോടുള്ള സ്നേഹവും പാഷനുമാണ്. ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തിയുള്ള ഒരാളാണ് ഞാൻ. പ്രിയ കൂട്ടുകാര, എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇത്രയും ഈ സെക്യൂരിറ്റി ഉള്ള, ഒട്ടും ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാളല്ല മോഹൻലാൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ അദ്ദേഹം മാറി നിന്ന് നോക്കുകയും ഏതെങ്കിലും ഒരു തരത്തിൽ ഞാൻ കുറച്ച് ഏതെങ്കിലും ഒരു ഡയലോഗ് പറയണമെന്ന് പറഞ്ഞാൽ ആദ്യം പറയുന്നത് ലാലായിരിക്കും. അപ്പം മറ്റുള്ള നടന്മാർക്കൊക്കെ ഒരു ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ എൻ്റെ റോളിനുള്ള ശ്രദ്ധ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കണ്ട എന്നൊക്കെ ഒരു ചിന്ത വരും. അങ്ങനെ വളരെ അപൂർവം ആൾക്കാർക്കാണ് ലാലിനെ പോലുള്ള ഒരാൾക്ക് അങ്ങനെ ചിന്തയില്ലാത്തത്. സിനിമയുടെ നന്മയാണ്. അതുകൊണ്ടാണ് ഈ ഞാനും ലാലുമായിട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാ സിനിമകളിലും ഒരു ഈക്വാലിറ്റി. കാര്യം അദ്ദേഹത്തിന്റെ റോളും എൻ്റെ റോളും നന്നാക്കാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം എന്നുള്ളൊരു തോന്നൽ, ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. അവിടുന്ന് ഞാനും കുറെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഒരു ഈക്വൽ, അല്ലെങ്കിൽ ആ സിനിമകളെല്ലാം തന്നെ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ആയി മാറിയത്.